ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പം അതുപോലെ ഒരു ഹെയർ പാക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളിപ്പം അപ്പാർട്ട്മെൻ്റ് ഒന്ന് മാറി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടല്ലോ. അപ്പം അതിന് ശേഷം ഞാൻ കുറച്ച് ദിവസം ഒരു 1-2 ആഴ്ച ഞാൻ ശ്രദ്ധിച്ചേയില്ല. തലയും മുഖവും ഒന്നും വലിയൊരു കാര്യമായിട്ടൊരു ശ്രദ്ധയൊന്നും കൊടുത്തില്ല. പിന്നെ എന്താ തരത്തിൽ ഇങ്ങോട്ട് മാറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും തലയിൽ അങ്ങ് ചൊറിച്ചിലും താരനും പിന്നെ നെറ്റിയിൽ ഇങ്ങനെ പ്രധാനമായിട്ടും നെറ്റിയിലും ഈ ഭാഗത്തും ഒക്കെ ഇങ്ങനെ കുരുക്കള്. അപ്പം ഞാൻ വിചാരിച്ചു താരൻ്റെ ആണെന്ന് എനിക്ക് താരൻ ജസ്റ്റ് ഇങ്ങനെ പൊടി മാത്രമല്ല, എൻ്റെ കൂടെ ചൊറിച്ചിലും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് അന്ന് ലാസ്റ്റ് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഹെയർ പാക്ക് ഒന്നും ചെയ്തുമില്ല. പിന്നെ അങ്ങ് ഭയങ്കര തിരക്കായിരുന്നു. ഫ്ലാറ്റ് അന്വേഷണവും അത് അലച്ചിലും പിന്നെ ഇങ്ങോട്ടുള്ള മാറലും പിന്നെ ഇവിടുത്തെ അടുക്കിപ്പുറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ടായിരിക്കണം, വലിയ ശ്രദ്ധ കൊടുക്കാത്തത് കൊണ്ടായിരിക്കണം തലയിൽ ഇങ്ങനെ താരം വന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, എനിക്ക് പറ്റുന്ന ഒരു ഹെയർ പാക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാനൊന്ന് വൃത്തിയായത്. ഞാൻ ഒരു വല്ലാത്തൊരു ഇതിലായിരുന്നു, തലമുടിയും മുഖവും എല്ലാം ആയിട്ട്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പം ഞാൻ ആ ഹെയർ പാക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഒനിയനും കേടും ഏറ്റവും നല്ല എനിക്ക് വർക്കാവുന്ന ഒരു ഡാൻഡ്രഫാണ്. ചിലർക്ക് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചിലർക്ക് ലെമണാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് പക്ഷേ ലെമൺ അത്ര പിടിക്കത്തില്ല, തലമുടി കൂടുതലായിട്ട് പൊഴിയും. അപ്പം അതിന് വരെ ഞാൻ തൈരാണ് എടുക്കുന്നത്. തൈരും നമ്മുടെ ഒനിയനും സബോളയും കൂടി ചേർത്തുള്ള ഹെയർ പാക്കാണ്. അപ്പം ആ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതും തല തേക്കുന്നതും ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിത് കുളിക്കുന്നതിന് മുമ്പ് എടുത്താണ്. തല ഇങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ പൊടിയായിട്ട് അത് സാധാരണ വരും. അത് വെള്ളത്തിൻ്റെയും കൂടെയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്തായിരുന്നെന്ന് വെച്ചാൽ ഭയങ്കര ചൊറിച്ചിലായിരുന്നു എനിക്ക് തല. ഈ ഒരു കാര്യവും അതിൻ്റെ കൂട്ടത്തിൽ ചൊറിച്ചിലും കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. അപ്പോൾ എൻ്റെ മുടിയുടെയും മുഖത്തിൻ്റെയൊക്കെ അവസ്ഥ ഇച്ചിരി പരിതാപകരമാണ്. എനിക്കറിയത്തില്ല, ഇങ്ങനെ എനിക്കൊന്ന് ഈ താരൻ കൊണ്ടാണോ ഇത് വന്നതെന്ന്. തല ചൊറിയുന്നുണ്ട്. ഇപ്പം എന്താ പറയുന്നത്, ഞാൻ തലയിൽ ഇടയ്ക്കൊന്ന് ഷാമ്പൂ ചെയ്ത് നല്ലപോലെ കഴുകിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഹെയർ പാക്കൊന്നും ഇട്ടില്ല. ഇപ്പം ഞാൻ വിചാരിച്ചു എണ്ണ നല്ലപോലെ തേച്ചിട്ട് ഒരു ഹെയർ പാക്ക് ഇടാൻ, ഈ താരന് പറ്റിയ ഒരു ഹെയർ പാക്ക്. അപ്പം ഇപ്പം ഈ നിൽക്കുന്ന റൂം ഒട്ടും അറേഞ്ച് ചെയ്യാത്ത റൂമാണ്. ഇത് ഞങ്ങളുടെ ഇവിടെ ശ്രീഹരി ഓഫീസിൽ പോകണ്ടാത്ത ദിവസം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന റൂമാണ്. പിന്നെ ഞാൻ ഇവിടെ ഒരു ബാൽക്കണിയല്ല, ഇവിടെ ഒരു ജനലാണ്, ഇങ്ങനെ വലിയ ജനൽ പോലെ. അപ്പം ഇവിടെ നിന്ന് നല്ല വെട്ടം ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വെച്ച് ഹെയർ കെയർ അങ്ങ് ചെയ്യും. അപ്പോൾ ഹെയർ പാക്ക് ഇടുന്നതിന് മുമ്പേ തലയിൽ നല്ല പോലെ എണ്ണ തേക്കണം. അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. അപ്പോൾ മറ്റേ വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയതിൻ്റെ കാര്യം, എൻ്റെ കൈ തട്ടി എണ്ണ താഴെപ്പോയി. അപ്പോൾ ഞാൻ മൈക്ക് ഊരി വെച്ചു. മൈക്ക് തിരിച്ചു കുത്തിയപ്പോഴത്തേനും മൈക്ക് ഓൺ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല, അതാ വോയിസ് ഓവർ കൊടുത്തത്. അപ്പം ഞാൻ സബോള എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ഇത് രണ്ടും കൂടെ മിക്സിക്കകത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഹെയർ പാക്ക്. അപ്പം നമുക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുത്തുണ്ട്. അപ്പം ഞാൻ സബോള ഇവിടെ എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ 2-2.5 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് നന്നായിട്ട് അരച്ച് അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ നീര് മാത്രം മതി. ഇത് നന്നായിട്ട് അരിച്ചെടുത്തതാണ്. ഇതിനി നമുക്ക് തലയിൽ തേക്കാം. ഇതെങ്ങനെയുണ്ട് ഈ വെട്ടം? മറ്റേതങ്ങ് ഓവർ വെട്ടം പോലെ ഭയങ്കര വെട്ടം അടിക്കുന്നോട്ട് തോന്നുന്നു. എൻ്റെ ഒരു കോപം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാകും. ബാക്കിൽ കുറച്ച് പെട്ടി സാമാനങ്ങളൊക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഞങ്ങൾക്കിനി ഡ്രൈ വേസ്റ്റിൽ ഇടേണ്ടതാണ്. അത് ഇടാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പം അതൊക്കെ ഇടാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെന്താ, ഇനി നമുക്ക് ഹെയർ പാക്ക് ഇടാം. ഈ ലൈറ്റ് ഒരു വാം ലൈറ്റാണ് ഈ മുറിക്കകത്ത്. എനിക്ക് വൈറ്റ് ലൈറ്റാണ് ഇഷ്ടം.
കുഴപ്പമില്ല, പക്ഷെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എനിക്ക് മൊത്തത്തിൽ വീഡിയോ എടുക്കുന്ന എല്ലാം ആ കുളമായി കിടക്കുക ലൈറ്റ്, മറ്റേതൊരു ഒരു സെറ്റപ്പൊക്കെ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇതിപ്പം മൊത്തത്തിൽ കുളമായി കിടക്കാൻ. ഇനി ഞാൻ പോയി ഹെയർ പാക്ക് അവിടെ ഇരിക്കുക എടുത്തുകൊണ്ട് വരട്ടെ. അപ്പം ഞാൻ തലയിൽ നല്ല പോലെ ഈ ഹെയർ പാക്ക് തലയോട്ടിയിലാണ് ഞാൻ തേച്ച് പിടിപ്പിച്ചത്. കാരണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു. ആ ചൊറിച്ചിൽ ആക്ച്വലി പറഞ്ഞാൽ ഫസ്റ്റ് യൂസിൽ തന്നെ കംപ്ലീറ്റ് മാറി. പക്ഷെ ഞാനിതിപ്പോൾ 3 തവണ ഇട്ടു. എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ദിവസമൊക്കെ ആയപ്പോഴത്തേനും ഒരു 3 തവണ ഞാൻ ഇട്ടു. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറിന് ശേഷം നല്ലപോലെ ഷാമ്പു ചെയ്തങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. ഒരു മൈൽഡ് ഷാമ്പു ഇട്ടങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു അവസ്ഥ. എന്താ പറയുന്നത്, താരനും മുഖക്കുരും ഒക്കെ ആയിട്ട് ഒരുമാതിരിയായിരുന്നു ഇരുന്നിരുന്നത്. ഇപ്പം കുറച്ചൊന്ന് ഭേദമായിട്ടുണ്ട്. എന്നാലും ഞാൻ വിചാരിക്കുന്നു കുറച്ച് ഒരു ആഴ്ചയിൽ ഒരു 2 തവണ വെച്ച് ഈ ഹെയർ പാക്ക് ഇടണമെന്ന് എനിക്ക് തോന്നുന്നു. അതൊന്ന് ശരിയായി വരണമെങ്കിൽ. പിന്നെ മുടി പൊഴിയുന്നുമുണ്ട് ഇവിടെ വന്നതിന് ശേഷം. അവിടത്തെക്കാളും കൂടുതൽ മുടി പൊഴിയുന്നു. എനിക്കൊന്ന് വെള്ളമൊക്കെ മാറേണ്ടതായിരിക്കും. സെയിം വെള്ളമൊക്കെ തന്നെയാണ് ഇവിടെ ടാങ്കറെ കൊണ്ടടിക്കുന്നതൊക്കെ തന്നെയാണ്. എന്നാലും എന്തോ ഒരു മാറിയപ്പോഴത്തേന് എന്തൊക്കെയോ ഇങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റിലായി വരുന്നു. അപ്പം ഈ കേടിൻ്റെയും ഒനിയൻ്റെയും ഹെയർ പാക്ക് എന്ന് പറയുമ്പോഴത്തേനും എന്താ പറയുന്നത്, വലിയ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്ത ഒരു കാര്യമാണ് കേടും ലെമണും. എല്ലാവർക്കും ഉപയോഗിക്കാം. പക്ഷെ കേടും നമ്മുടെ ഒനിയനും. പക്ഷെ ലെമൺ അങ്ങനെയല്ല. ലെമൺ കുറച്ചുകൂടെ വീര്യമുള്ള ഒരു കാര്യമാണ്, കുറച്ചുകൂടെ ഒരു കട്ടി ഇതായിട്ടുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും. എനിക്ക് പറ്റത്തില്ല ലെമൺ. അതിൻ്റെ ആ ഒരു ലെമണിനൊരു മറ്റേ ആസിഡ് കണ്ടന്റ് ഉണ്ടല്ലോ, അതെനിക്ക് പറ്റത്തില്ല. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു വീഡിയോ എൻ്റെ സ്ഥിരം ഒരു പൊസിഷനിൽ നിന്ന് മാറി എടുത്തപ്പോഴത്തേക്കും, മീൻസ് ഇങ്ങനെ നമ്മൾ നേരിട്ട് ഇങ്ങനെ ക്യാമറ ഫേസ് ചെയ്ത് ഫുൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഇത് ആദ്യത്തെ എൻ്റെ വീഡിയോ ആണ് ഈ വീട്ടിലെ. അപ്പം അവിടെ എൻ്റെ ഒരു സ്ഥിരം പൊസിഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞാൻ എന്തെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് വന്നിരുന്നു, ഇത് ചെയ്തു. എനിക്ക് വലിയൊരു എന്താ പറയുന്ന ഒരു വലിയൊരു ഇത് ഫീൽ ചെയ്തില്ല. പക്ഷെ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഈ വീഡിയോ എടുക്കുമ്പോഴത്തേനും എനിക്കൊന്നും അങ്ങോട്ട് ഒരു ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. ഇങ്ങനെ ഇരുന്നൊരു വീഡിയോ ആദ്യമായിട്ട് എടുക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ നമ്മുടെ തൈരിൻ്റെ കാര്യം പറഞ്ഞു വന്നു കഴിഞ്ഞാൽ, തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ് സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ നമ്മുടെ സ്കാൽപ്പ് ഈ ഡെഡ് സ്കിൻസിനെയൊക്കെ കളയുന്നത്. ഈ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. പിന്നെ ഈ ഫംഗസ് ആണ് ഡാൻഡ്രഫ് ഉണ്ടാക്കുന്നത്. ആ ഫംഗൽ ഗ്രോത്തിനെ ഈ കേടെന്ന് പറഞ്ഞ സംഭവം ഫംഗൽ ഗ്രോത്തിനെ നശിപ്പിച്ച് കളയും. അതൊക്കെയാണ് ഈ കേട് ഡാൻഡ്രഫിന് നല്ലതാണെന്ന് ഈ പറയുന്നത്. പിന്നെ അടുത്തത് ഒനിയൻ എന്ന് പറയുന്ന സംഭവം. പിന്നെ കേട് ഓൾറെഡി ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. മോയ്സ്ചർ നല്ലപോലെ തലമുടി ചുമ്മാ തൈര് തന്നെ തേച്ചാലും തലമുടി നല്ല സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഒനിയൻ എന്ന് പറയുന്ന ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതുമുണ്ട്. ഈ ഡാൻഡ്രഫിന്റെ സംഭവമുണ്ട്. ഡാൻഡ്രഫ് നല്ലപോലെ ഇച്ചിങ്, പ്രത്യേകിച്ച് ഒനിയൻ ഏറ്റവും നല്ല തല ചൊറിച്ചിലൊക്കെ മാറാൻ ഭയങ്കര നല്ലതാണ് ഈ സബോള എന്ന് പറഞ്ഞ സംഭവം. സബോള അതെ, കുഞ്ഞുള്ളി അതെ, തല ചൊറിച്ചിൽ. എനിക്കാണെങ്കിൽ കണ്ടമാനം തല ചൊറിച്ചിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എനിക്കത് ഷാമ്പൂ ചെയ്തിട്ട് ഒന്നും അങ്ങോട്ട് മാറിയില്ല. സത്യം പറഞ്ഞാൽ ഇത് തേച്ച് തുടങ്ങിയതിന് ശേഷമാണ് എന്താ പറയുന്നത്, അതിനൊരു കുറവ്, ഒരു സുഖം തോന്നി തുടങ്ങിയത്. അതുവരെ എണ്ണ തേച്ച് ഷാമ്പു കഴുകിയാലും ഒരു സുഖം തോന്നുന്നില്ലായിരുന്നു. പക്ഷെ ഒനിയൻ തേച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ലൊരു ആശ്വാസമുണ്ട്. അങ്ങനെയുള്ള കാര്യം ഒനിയൻ ഭയങ്കര നല്ലതാണ് അങ്ങനെയുള്ള കാര്യത്തിന്. പിന്നെ ഞാൻ നേരത്തെ വീഡിയോസിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സൾഫർ ഈ ഒനിയനകത്തുള്ളത് കൊണ്ട് ഈ കെരാട്ടിനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ, അതൊരു മുടിയിലെ ഒരു പ്രോട്ടീനാണ്. അത് നല്ലതാണ്, മുടിക്ക് നല്ല സ്ട്രെങ്ത് കൊടുക്കാനും ഒക്കെ ഭയങ്കര നല്ലതാണ്. അപ്പം ആ ഒരു പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ കൂട്ടും. ഈ നമ്മുടെ
ഉള്ളിക്കകത്തുള്ള ഈ സൾഫർ എന്ന് പറഞ്ഞ സംഭവം. അങ്ങനെയൊക്കെ കുറേ ആൻറ്റി ബാക്ടീരിയലും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും കൂടെ ഉള്ള ഈ ഒരു 2 സംഭവമാണ് നമ്മുടെ കേടും ഒനിയനും. അപ്പം ലെമൺ പറ്റാത്തവർക്ക് ഞാൻ പറയട്ടെ, കേടും ലെമണും കൂടെ ഉള്ള ഒരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ശ്രീഹരിക്ക് നല്ലപോലെ വർക്കാവുന്ന ഒരു സാധനമാണ് അത്, കേടും ലെമണും. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനത്തെ പറ്റി, അതേപ്പറ്റി. അത് പക്ഷേ എനിക്ക് ലെമൺ പറ്റത്തില്ല. ലെമൺ ഭയങ്കരമായിട്ടും മുടി പൊഴിയുന്ന പോലെ എനിക്ക് തോന്നും അത് തേച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ അതിന് പകരം മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഈ തലമുടി നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒനിയനും കേടും കൂടെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ പാക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മെയിനായിട്ടും എനിക്ക് ഈ സാധാരണ തരണിലേക്ക് ഒരു ചൊറിച്ചിൽ കൂടുതലുള്ള ടൈപ്പ് തരണം. അപ്പം നമുക്ക് ഈ നമ്മുടെ ഇത് രണ്ടും കൂടെ തേച്ച്, ഒന്നുമില്ലെങ്കിൽ ഒനിയൻ തന്നെ തേച്ചാലും ഭയങ്കര ആശ്വാസമാണ്. ഈ തലയിൽ ഈ ചൊറിച്ചിലുകൾ ഉണ്ടെങ്കിൽ അത് ഭയങ്കര തല നല്ല ക്ലീൻ ആക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഹെയർ പാക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഈ നേരത്തെ ഞാൻ ഹെയർ പാക്കുകൾ ഇത് രണ്ടും സെപ്പറേറ്റ് യൂസ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ ഒരുമിച്ചുള്ള കാര്യം ഞാൻ ചെയ്തിട്ടില്ല. അപ്പം എനിക്കങ്ങ് തല ഭയങ്കരമായിട്ട് ചൊറിഞ്ഞ് ഭയങ്കര ഇതായപ്പോഴത്തേന് ഞാനതൊരു ആഴ്ചയിൽ 2 തവണ വെച്ച് യൂസ് ചെയ്യണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരാഴ്ച 2 തവണ ഞാൻ ചെയ്തു. ഇനിയും അടുത്തൊരാഴ്ചയും കൂടെ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്നാലേ അത് ഒന്ന് ക്ലീൻ ആവത്തുള്ളൂ. ആഴ്ച 2 ദിവസം തേച്ചാൽ മതി. ഒരു 2-3 ദിവസത്തെ ഗ്യാപ്പ് ഇട്ട് 2 ദിവസം അങ്ങ് തേക്കുക. എന്ന് വെച്ചാൽ നല്ലപോലെ, ഞാനിപ്പോൾ നല്ലപോലെ ചൊറിച്ചിലുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ തേച്ചാൽ മതി. ഒരു നോർമൽ രീതിയിലൊക്കെ പോകുന്നവരാണെങ്കിൽ ഹെയർ പാക്കൊക്കെ ആഴ്ചയിൽ ഒരിക്കൽ തേച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം ഒരു 2 ആഴ്ച 2 പ്രാവശ്യം വെച്ച് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു ഹെയർ പാക്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത് എന്താ പറയുന്നത്, ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഇതിനൊന്നും അലർജി ഇല്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നും തൈരും ഒനിയനും ഒക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തവർ തേച്ച് നോക്കിയാലേ പറ്റത്തുള്ളൂ. എന്നാലും അങ്ങനെയൊക്കെ ചിലർക്ക് കാണും. എല്ലാവർക്കും ഇപ്പോൾ എല്ലാം പിടിക്കണമെന്നില്ല. ചിലരുടെയൊക്കെ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അത് അലർജി ആണോ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു അത്ഭുതം തോന്നും. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ആർക്കൊക്കെ ഇതൊക്കെ പിടിക്കുമെന്നുള്ള. അപ്പം അതൊന്നും ഇല്ലാത്തവർ ട്രൈ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.